السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على سيدنا وشفينا محمد وعلى آله وعترته أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനാദരവുള്ള ഉസ്താദുമാരെ, സ്നേഹനിധികളായ കാര്യം സുഹൃത്തുക്കളെ, കലയുടെ കാർണിവൽ പെയ്തിറങ്ങുന്ന ഇന്തിഫാദയുടെ സർഗവേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റുന്നതിൻ്റെ ഉദ്ദേശം പേരുമാറുന്ന ഇന്ത്യ പൊലിമ വളയുന്ന പാരമ്പര്യം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ്. അതിനവസരം നൽകിയ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയരെ, ഗതകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നൂറ്റാണ്ടുകൾ കച്ചവടം ചെയ്ത അറബികൾ ഇന്ത്യയെ വെട്ടിപ്പിടിക്കാനോ പുറന്തോടാനോ മെനഞ്ഞിട്ടില്ല. എന്നാൽ മുസ്ലിം രാജാക്കന്മാരെ കുറ്റപ്പെടുത്തിയും ആരാധനാലയങ്ങൾ തകർത്തും കൊള്ളയും നടത്തിയവരുണ്ട്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ സിലബസിൽ നിന്നും മുസ്ലിം ചരിത്രത്തെ മാറ്റിയവരുണ്ട്. എടുത്ത ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രത്യേക സമിതിയിൽ RSS മുഖപത്രത്തിന് മുൻപത്രാദികൾ ഉൾപ്പെടുത്തിയതും RSS നേതാവായ ഇന്ദർ മോഹൻ നേതാവിനെ UGC തലപ്പത്ത് കൊണ്ടുവന്നതും വിദ്യാഭ്യാസ രംഗത്തുള്ള കാവൽക്കരണത്തിന്റെ ഉദാഹരണവുമാണ്. ആനയുടെ തലയും മനുഷ്യ ശരീരവുമുള്ള ഗണപതിയിലാണ് ആദ്യ ശസ്ത്രക്രിയ നടന്നതെന്ന് വാദിക്കുന്നവർ ഇന്ത്യൻ മതേതരത്വത്തെ ഹിന്ദുത്വ മതേതരത്വമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 1793 മുതൽ 1887 7 നൂറ്റാണ്ടാണ് മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചത്. മുസ്ലിം ഭരണത്തിന് ആദ്യം ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാർ കഷ്ടിച്ച് 190 വർഷക്കാലമാണ് ഇന്ത്യ ഭരിക്കാനായത്. 2 നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് 7 നൂറ്റാണ്ട് ഭരിച്ച മുസ്ലിം രാജാക്കന്മാർക്കെതിരെ ജനങ്ങൾ തിരിയാനത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ നടത്തിയത് കച്ചവടവും കോളനിവൽക്കരണവും മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു തരം കൊള്ളയാണ്. അന്നത്തെ $4 ട്രില്യൺ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയത്. എന്നാൽ ഇതാരും വിളിച്ചു പറയുകയില്ല. പകരം ചരിത്രത്തിൽ നിന്നും ചിലത് മാത്രം വാങ്ങിയെടുത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം പറയും. അങ്ങനെ വിമർശിക്കുന്നവരിൽ മുഗൾ ചക്രവർത്തിമാരായ ബാബറും ഔറംഗസീബും മുന്നിലാണ്. ബാബറിന്റെ കാലത്ത് നിർമ്മിച്ചൊരു പള്ളിയെ ചൊല്ലിയുണ്ടായ പുകിലും കോലാഹലങ്ങൾക്കും ശേഷം വിവാദത്തിന്റെ ഒരു ക്ലൈമാക്സും കൊടുക്കലും കണ്ടതാണ്. ബാബറിന്റെ കാലത്താണ് പള്ളി നിർമ്മിച്ചത് എന്നുള്ളതൊരു നേര്. 365 വർഷങ്ങൾക്ക് ശേഷമാണ് പള്ളിക്കെതിരെ പരാതി ഉയർന്നതെന്ന് മറ്റൊരു നേരുമാണ്. അരനൂറ്റാണ്ടുകാലം ഭരിച്ച ചക്രവർത്തിയായ ഔറംഗസീബിനെയാണ് മതഭ്രാന്തനായ ക്രൂരനായി വിമർശിക്കപ്പെടുന്നത്. തൊപ്പിത്തുന്നിയും ഖുർആൻ പകർത്തിയും തന്റെ മരണാന്തര ചിലവുകൾക്കായി അരപ്പട്ടയിൽ ബാക്കി വെച്ച ഔറംഗസീബിനെ പോലെ മറ്റൊരു ചക്രവർത്തിയെ ലോകത്തിന്റെ ചരിത്രമെടുത്ത് മുങ്ങിത്തപ്പിയാൽ പോലും കിട്ടുകയില്ല. ബംഗാളിലെ മുർഷിദാബാദ് നഗരം കണ്ട് ലണ്ടൻ ഒന്നുമല്ലെന്ന് റോബർട്ട് ക്ലൈവ് എന്ന വൈസ്രോയ് സ്വന്തം പുസ്തകത്തിലാണ് എഴുതിയത്. അത്ര സമ്പന്നമായിരുന്നു നമ്മുടെ ഇന്ത്യ. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജാതി മതവർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്നതിനും മനുഷ്യനെ ബഹുമാനിക്കുന്നതിനും പ്രാധാന്യം നൽകിയ ശിഷ്യന്മാരുടെ ഇന്ത്യ. ആ ഇന്ത്യയെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയണം. ആ ഇന്ത്യയെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയണം. നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.